നെക്സ്റ്റ് ഈസ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഈ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 2/n ഗെയിംസിനും അല്ലെങ്കിൽ m/2 ഗെയിംസിനുമാണ്. അതായത് നമ്മുടെ മെട്രിക്സ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് നീണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ മേളിൽ നിന്ന് താഴേക്ക് നീണ്ടിരിക്കുകയോ ചെയ്യുന്ന കേസിലാണ്. അങ്ങനത്തെ കേസ് എപ്പോഴാണ് വരുന്നത്? എ എന്ന് പറയുന്ന പ്ലെയർക്ക് 2 സ്ട്രാറ്റജി, അപ്പം 2 റോസും, ബിക്ക് 2ൽ കൂടുതൽ സ്ട്രാറ്റജീസും, n സ്ട്രാറ്റജീസ്. ഇവിടെ n = 4 ആണ്, 4 സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പം 2/n രീതിയിലോ അല്ലെങ്കിൽ m/2 രീതിയിലോ വരുന്ന പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്ക് 2 സ്ട്രാറ്റജീസ് ആണ്, A1 A2 മിക്സഡ് സ്ട്രാറ്റജി പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ പിയും 1 - പിയുമാണ് പ്രോബബിലിറ്റി ഓഫ് A1 ആൻഡ് A2 ആയിട്ട് പറയാറ്. അപ്പോൾ നമ്മൾ ഈ പി കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് മിനിമം എക്സ്പെക്റ്റഡ് പേ ഓഫ് ഈസ് മാക്സിമം. ബി ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്താലും എക്ക് കിട്ടാവുന്ന മിനിമം എക്സ്പെക്റ്റഡ് പേ ഓഫിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ വരുന്ന പി വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമ്മൾ പി കണ്ടുപിടിക്കുന്നതിനൊരു ഫോർമുല ഉണ്ടായിരുന്നു, D - C ബൈ A + D - B + C. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പി കണ്ടുപിടിക്കുന്നത്. പി കണ്ടുപിടിക്കും, വാല്യൂ ഓഫ് ദ ഗെയിം കണ്ടുപിടിക്കും. അപ്പോൾ പി കണ്ടുപിടിക്കുമ്പം നമുക്ക് ഇങ്ങനെ മെട്രിക്സ് കിടന്നാൽ പറ്റുകയില്ല. നമ്മൾ അതിനൊരു 2/2 മെട്രിക്സ് ആയിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് പി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ മെട്രിക്സിനെ 2/2 മെട്രിക്സ് ആയിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ലൈൻ വരച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മെട്രിക്സിനെ നമ്മൾ ലൈൻസ് വരച്ച് ഒരു ചെറിയ മെട്രിക്സ് 2/2 മെട്രിക്സ് ആക്കി മാറ്റും. എന്നിട്ട് നമ്മൾ സാധാ മിക്സഡ് സ്ട്രാറ്റജി പ്രോബ്ലംസ് ചെയ്യുന്നത് പോലെ പിയുടെ വാല്യൂ ബിയുടെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്നു. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ലൈൻസ് വരച്ച് മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ്, അതിനകത്ത് ബിക്ക് നമുക്ക് B1 B2 B3 B4 അങ്ങനെയാണ് സ്ട്രാറ്റജീസ് പോകുന്നത്. എക്സെട്ര BN സ്ട്രാറ്റജീസ് കാണും. എക്ക് A1 A2 A1ഉം A2ഉം സ്ട്രാറ്റജീസാണ് ഉള്ളത്. അപ്പം ഈ A1 A2 എന്ന് പറയുന്ന ലൈനാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. അപ്പം A2 തിരിച്ചാണ്, A1 ഇവിടെയും A2 ഇവിടെയും വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ലൈൻസ് വരയ്ക്കും. എന്നിട്ട് നമ്മുടെ മെട്രിക്സിലുള്ള വാല്യൂസ് വരുന്ന രീതിയിൽ ഇവിടെ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തിട്ട് ഈ ഓരോ സ്ട്രാറ്റജീസും, ഇപ്പം B1ൻ്റെ ഇവിടെ ഒരു നമ്പർ ഇവിടെ ഒരു നമ്പർ കാണും. അപ്പം A1 എന്ന് പറയുന്ന ലൈനിൽ ഈ നമ്പർ മാർക്ക് ചെയ്യുക, B1 A2 എന്ന് പറയുന്ന നമ്പറിൽ ഇത് മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനൊരു ലൈൻ കിട്ടും, അതാണ് B1. അങ്ങനെ നമ്മൾ ലൈൻസ് വരയ്ക്കും. ഇങ്ങനെ ലൈൻസ് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലോവർ റീജിയൻ നമുക്കിങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ, ഇത് ആണ് എൻ്റെ ലൈൻസ് സ്ട്രാറ്റജീസ് വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നതെങ്കിൽ ഈ ലോവർ പോർഷൻ, ലോവർ ബൗണ്ട് എടുക്കുക. ഈ ലോവർ പോർഷനിലെ ടോപ്പ് മോസ്റ്റ് വാല്യൂ ഇതായിരിക്കും എൻ്റെ മാക്സിമിൻ എന്ന് പറയുന്നത്. ഈ ലോവർ ബൗണ്ട് റീജിയനിലെ അപ്പർ മോസ്റ്റ് പോയിൻ്റാണ് മാക്സിമിൻ എന്ന് പറയുന്നത്. ഈ മാക്സിമിൻ തരുന്ന സ്ട്രാറ്റജീസ്, ഇപ്പം ഇത് B1 B2 B3 ആണെന്ന് വെച്ചു. അപ്പോൾ മാക്സിമം വാല്യൂ തരുന്നത് എനിക്ക് B3യും B2 ആണ്. അപ്പോൾ B3 B2 എടുക്കും, A1 A2 എടുക്കും. അതിൻ്റെ വാല്യൂസ് നമ്മളിവിടെ നോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ പിയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഇതാണ് ഇവിടുത്തെ പ്രോസസ്സ്. ഇവിടെ നമുക്ക് ഈ ലോവർ ബൗണ്ടറി തരുന്നത് മിനിമം എക്സ്പെക്റ്റഡ് പേ ഓഫ് ആണ്. ലോവർ ബൗണ്ടറി തരുന്നത്. അതിൻ്റെ അകത്തെ ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നതാണ് മാക്സിമം എക്സ്പെക്റ്റഡ് പേ ഓഫ് എ, അഥവാ ഈ പോയിൻ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ മാക്സിമിൻ പോയിൻ്റ്. മിനിമം വാല്യൂവിലെ മാക്സിമം പോയിൻ്റ് എന്ന് പറയുന്നതാണ് മാക്സിമിൻ പോയിൻ്റ്. ഇവിടെ പി എന്ന് പറയുന്നത് വിൽ ബി ഒപ്റ്റിമം. ഈ പോയിന്റിൽ ഇവിടെ ആയിരിക്കും പി എന്ന് പറയുന്നത് ഒപ്റ്റിമം ആവുന്നത്. അപ്പോൾ അതിൻ്റെ 2 സ്ട്രാറ്റജീസ് എടുക്കുക, ഇവിടെ വരയ്ക്കുക, A1 A2 വരയ്ക്കുക, പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക.
അപ്പം ബിക്ക് പല സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് B3 B2 അല്ലെങ്കിൽ B2 B3 ഓർഡർ എഴുതുകയാണെങ്കിൽ B2 B3 ആണ് ബിയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജീസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോൾവ് ദ ഗെയിം പ്രോബ്ലം. ഇവിടെ പ്ലെയർ എയും ഉണ്ട്, പ്ലെയർ ബിയും ഉണ്ട്. 2 പ്ലെയേഴ്സ്. എക്ക് 2 സ്ട്രാറ്റജീസ് ആണ്, ബിക്ക് 5 സ്ട്രാറ്റജീസ്. ഇപ്പോൾ 2/n മെട്രിക്സ് ആണ് നമുക്കിവിടെ. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമുക്കിങ്ങനെ 2/2 മെട്രിക്സ് ആയിട്ട് റിഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആദ്യം നമുക്ക് A1 A2 എന്ന് പറയുന്ന 2 ലൈൻസ് വരയ്ക്കണം. A1ഉം A2. ഈ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ അകത്തെ പോയിൻറ്റ്സ്, ഈ പോയിൻറ്റ്സ് നമുക്ക് വരണം. അതായത് B1 B2 B3 B4 B5 എന്ന് പറയുന്ന ലൈൻസാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത്. വരയ്ക്കുമ്പം അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഇവിടെയും മറ്റേ എൻഡ് ഇവിടെയും വരണം. അപ്പം ഈ ആൾക്കാരെല്ലാം ഇവിടെ വരുന്ന രീതിയിൽ വേണം ഈ ലൈൻ്റെ അകത്ത് നമ്മൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ മാർക്ക് ചെയ്യുമ്പം 0 വെച്ച് തുടങ്ങും. 0 1 2 3 4 5 6 -1 -2 -3 -4 -4 വരെ മതി. ഇവിടെ നമുക്ക് ഇതിന് നേരെ തന്നെ 0 1 2 3 4 5 ഇത്രയും മതി. ഇവിടെ 4 ആണ് ഹയസ്റ്റ്, ലോവസ്റ്റ് വാല്യൂ -4 ആണ്. അപ്പോൾ -1 -2 -3 -4. ഇനി നമുക്ക് സ്ട്രാറ്റജീസ് ബിയുടെ വരയ്ക്കാം. ഇപ്പോൾ B1 എടുക്കുമ്പം 2 -3 ആണ്. A1ൽ 2 A2ൽ -3 -4 4 6 -4 6 -4 -3 1 5 0 5 0. ഇതാണ് എൻ്റെ സ്ട്രാറ്റജീസ്. അത് 2 ഇത് B1 ഇത് D1 ഇത് B2 B3 -3 1 B4 5 0 B5. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് വെച്ചിട്ട് ഇത് കളഞ്ഞിട്ടാണ് ബാക്കി 4 ലൈൻസ് വരയ്ക്കുന്നുള്ളൂ. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, രണ്ടും സെയിമാണ്. ഇതിൻ്റെ ലോവസ്റ്റ് ബൗണ്ടറി, ലോവസ്റ്റ് ക്ലോസ്ഡ് റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. ലോവസ്റ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് നമുക്ക് L M N O P LMNOP എന്ന് വിളിക്കാം. LMNOP എന്ന് പറയുന്ന റീജിയനിലാണ് മിനിമം പേ ഓഫ് കിട്ടുന്നത്. മിനിമം പേ ഓഫിൽ മാക്സിമം തരുന്നത് ഹയസ്റ്റ് പോയിൻറ്റ് എന്നിലാണ് മിനിമാക്സ് വരുന്നത്. N is the required maximum point. എന്ന് തരുന്നത്, എന്നിൻ്റെ ഇൻ്റർസെക്ഷൻ തരുന്നത്, എന്ന് പറയുന്ന ഇൻ്റർസെക്ഷൻ തരുന്ന സ്ട്രാറ്റജീസ് B1ഉം B4ഉമാണ്. B1ഉം B4ഉം എടുത്തു, A1ഉം A2ഉം എടുത്തു. B1ൻ്റെ അകത്ത് വരുന്നത് 2 -3, B4ൻ്റെ അകത്ത് വരുന്നത് -3 1. അപ്പോൾ നമുക്കൊരു 2/2 പ്രോബ്ലമായിട്ട് തന്നെ കിട്ടി. ഇനി A's optimum strategy. A's optimal strategy for choosing A1 and A2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ P നമുക്കറിയാം, P is equal to D minus C by A plus B minus B plus C.
ഇത് എ ബി സി ഡി ആണെങ്കിൽ ഇസ് ഈക്വൽ ടു 1 മൈനസ് -3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 മൈനസ് -3 പ്ലസ് 3. അപ്പോൾ -3 -3 ഇസ് ഈക്വൽ ടു 4 ബൈ 3 മൈനസ് -6. അപ്പോൾ 3 പ്ലസ് 6 4 ബൈ 9 ആണ് വാല്യൂ. അപ്പോൾ 1 മൈനസ് പി എന്ന് പറയുന്നത് 1 മൈനസ് 4 ബൈ 9 ആണ് ഇസ് ഈക്വൽ ടു 5 ബൈ 9 കിട്ടും. അതുപോലെ നമുക്ക് ബി സ്ട്രാറ്റജി ഫോർ ചൂസിങ് B1 ആൻഡ് B2. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്ട്രാറ്റജി ഫോർ ചൂസിങ് B1 ആൻഡ് B2 എന്ന് പറയുന്നത് Q is equal to D മൈനസ് B ബൈ ഡിനോമിനേറ്റർ സെയിം ആണ് A പ്ലസ് D മൈനസ് B പ്ലസ് C is equal to 1 മൈനസ് -3 1 പ്ലസ് 3 ബൈ A പ്ലസ് D 2 പ്ലസ് 1 3 മൈനസ് B പ്ലസ് C -6 പ്ലസ് 6 4 ബൈ 9 ആണ് ബിയുടെയും വാല്യൂ. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് 4 ബൈ 9 ആണ് ഇസ് ഈക്വൽ ടു 5 ബൈ 9. അടുത്ത നമുക്ക് ഗെയിമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. വാല്യൂ ഈസ് ഈക്വൽ ടു AD മൈനസ് BC ഡിവൈഡഡ് ബൈ A പ്ലസ് D മൈനസ് B പ്ലസ് C ഇസ് ഈക്വൽ ടു AD എന്ന് പറയുമ്പം 2 മൈനസ് BC എന്ന് പറയുന്നത് 3 × 3 9 ആണ്. ഡിനോമിനേറ്ററിൽ വരുന്നത് 9 ആണ്. അപ്പോൾ മൈനസ് 7 ബൈ 9 ആണ് വാല്യൂ. അപ്പോൾ എയുടെ സ്ട്രാറ്റജി ഇസ് ഈക്വൽ ടു 4 ബൈ 9 P 1 മൈനസ് P. ബീസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് 4 ബൈ 9. അപ്പം നമുക്ക് ഒപ്റ്റിമം സ്ട്രാറ്റജീസ് ആയിട്ട് ബിയുടേത് കിട്ടിയത് B1ഉം B4ഉം ആയിരുന്നു. അപ്പോൾ ബിക്ക് 4 സ്ട്രാറ്റജീസ് ഉണ്ട്. B1 B2 B3 B4. നമ്മൾ 2x2 മെട്രിക്സ് വെച്ചിട്ട് സാധാരണ ചെയ്യുമ്പം ഈ B1 B2 കിട്ടിയത് എടുത്ത് എഴുതുമായിരുന്നു. അപ്പോൾ ഇവിടെ B1 എന്ന് പറയുന്ന സ്ട്രാറ്റജി B1 ആൻഡ് B2 എന്നുള്ളതാണ് ക്യൂവും 1 മൈനസ് ക്യൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ B1ൻ്റെ സ്ഥാനത്ത് നമ്മൾ 4 ബൈ 9 എഴുതി. സ്ട്രാറ്റജീസ് ഫോർ സെലക്ടിങ് B1 ആൻഡ് B4 B2 അല്ല B1 ആൻഡ് B4, കാരണം അതിനെ രണ്ടിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ 2x2 മെട്രിക്സ് വരച്ചിരിക്കുന്നത്. അപ്പോൾ B4 ആണ് 5 ബൈ 9. ഇത് 5 ബൈ 9. മറ്റേ രണ്ടെണ്ണം ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് ഒപ്റ്റിമം സ്ട്രാറ്റജീസ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് ദ ഗെയിം ഈസ് ഈക്വൽ ടു -7 ബൈ 9. ഇങ്ങനെയാണ് ഈ സെക്ഷനിലെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അടുത്തത് M/2 ടൈപ്പാണ്. അതായത് എയ്ക്ക് M സ്ട്രാറ്റജീസ് കാണും. ഇവിടെ M ഈസ് ഈക്വൽ ടു 5 ആണ്. ബിക്ക് 2 സ്ട്രാറ്റജീസ് മാത്രമേ കാണുള്ളൂ. ഇവിടെ നമ്മൾ 2x2 മെട്രിക്സ് ആയിട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് പിയും ക്യൂവും ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ 2 സ്ട്രാറ്റജീസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, 2 എണ്ണമുള്ള സ്ട്രാറ്റജീസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുന്നത്. ഇവിടെ B1 B2ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. B1 ഇവിടെയും B2 തിരിഞ്ഞാണ് നമ്മൾ ലൈൻസ് വരയ്ക്കുന്നത്. B1 B2 വരച്ചു. B1ലാണ് ഇവർ വരേണ്ടത്. അപ്പം നമുക്ക് ലോവസ്റ്റ് -6 തൊട്ട് ഹയസ്റ്റ് 7 വരെയുള്ള പോയിൻറ്റ്സ് വേണം. അപ്പം ഇവിടെ 0 -1 -2 -3 -4 -5 -6 1 2 3 4 5 6 7. ഇവിടെ 0ക്ക് നേരെ 0. ഇവിടെ നമുക്ക് ഹയസ്റ്റ് 7 -6, ലോവസ്റ്റ് -6 -1 -2 -3 -4 -5 -6 1 2 3 4 5 6 7. ഇത്രയുമാണ് നമുക്ക് പോയിൻറ്റ്സ് വേണ്ടത്. നമുക്ക് സ്ട്രാറ്റജീസ് മാർക്ക് ചെയ്യാം. സ്ട്രാറ്റജീസ് മാർക്ക് ചെയ്യുമ്പോൾ A1 എന്ന് പറയുന്ന സ്ട്രാറ്റജി
A1 ആണ്, എയുടെ സ്ട്രാറ്റജീസ് ആണ് ഇവിടെ ലൈൻസ് ആയിട്ട് വരുന്നത്, കൂടുതലുള്ളത് ലൈൻസ്. അപ്പോൾ -6 7, -6 7. അടുത്തത് 4 -5, 4 -5. അടുത്തത് 1 -2, 1 -2. അടുത്തത് 2 5, 2 5, 2 5. 7 -6, 7 -6. അപ്പോൾ ഇവിടെ ആണെങ്കിലും നിങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് വെച്ച് റെഡ്യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്കത് കിട്ടും കറക്റ്റായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് A1 എന്ന് പറയുന്നത് -6 7 ആയിരുന്നു. A1 4 -5, A2 1 -2, A3 2 5, A4 7 -6, A5. ഇങ്ങനെയായിരുന്നു നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് അപ്പർ റീജിയനാണ് വരുന്നത്. ഇവിടെ അപ്പർ റീജിയനാണ് വരുന്നത്. ഇവിടെ നമുക്ക് അപ്പർ ബൗണ്ടറിയാണ് എടുക്കുന്നത്. അപ്പർ ബൗണ്ടറിക്കകത്ത് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടുന്ന അപ്പർ റീജിയൻ. ബൗണ്ടറിക്കകത്ത് തരുന്നത് മാക്സിമം ലോസ് ആണ്. മാക്സിമം ലോസ് ആണ്, എയുടെ മാക്സിമം ലോസ് ആണ് ഈ റീജിയൻ തരുന്നത്. അപ്പം ലോസ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ ആ ലോസിൽ ഏറ്റവും കുറവ് വാല്യൂ തരുന്നത് ഇതാണ്, അതാണ് മിനിമാക്സ്. മാക്സിമം ലോസിലെ മിനിമം പോയിൻറ്റ്, മാക്സിമം ലോസ് ആണ്. അപ്പോൾ ഇവിടെ ലോസ് ആണ് എയുടെ. അപ്പോൾ മാക്സിമം ലോസിലെ മിനിമം വാല്യൂ എന്ന് പറയുമ്പോൾ താഴേക്കാണ് വരുന്നത്. അപ്പം മിനിമം വാല്യൂ എന്ന് പറയുന്നത് മിനിമാക്സ് ആണ്. മിനിമാക്സ് പോയിൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അവിടുത്തെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് A1 A4. അപ്പോൾ A1 A4 യൂസ് ചെയ്താൽ എയുടെ ലോസ് മാക്സിമം കുറച്ച് എക്ക് നിർത്താൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് വരുന്നത് സ്ട്രാറ്റജീസ് A5 A4 B1 B2. അപ്പോൾ B1 B2 A4 A5. A4 A5 എന്ന് പറയുന്നത് 2 5, B1 B2 അല്ലേ, 2 5. സോറി, മെട്രിക്സ് എഴുതിയത് തിരിഞ്ഞു പോയി. മെട്രിക്സ് നമ്മൾ സാധാ എഴുതുന്ന പോലെ തന്നെയാണ് എഴുതുന്നത് കേട്ടോ. അപ്പം A4 A5, A നമ്മൾ ഇവിടെ താഴേക്കും B മേളിലേക്കുമാണ് എഴുതുന്നത്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ B1 B2, പ്ലെയർ എയുടേത് ഇവിടെ, പ്ലെയർ ബിയുടേത് ഇവിടെ. അപ്പോൾ A4 B1 എന്ന് പറയുന്നത് 2 ആണ്, A4 B2 എന്ന് പറയുന്നത് 5 7 -6. അപ്പോൾ നമുക്ക് 2/2 മെട്രിക്സ് കിട്ടി. ഇതിനകത്ത് സാധാ ചെയ്യുന്നത് P = D - C / A + D - B + C. അപ്പോൾ ഈ മെട്രിക്സ് എടുത്ത് എഴുതുന്നത് തെറ്റിക്കാതെ എഴുതണം. അപ്പം -6 ഇത് A B C D ആണെങ്കിൽ -6 - 7 / A + D -4 - B + C 12 is equal to -13 / -20. സെക്കൻഡ്. ഓക്കെ, ഇവിടെ ടെക്സ്റ്റിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്, ടെക്സ്റ്റിൽ -2 ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ടെക്സ്റ്റിലെ ആൻസർ നിങ്ങൾ നോക്കണ്ട, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ 2 5 7 -6 ആണെങ്കിൽ -30 -16 വരും. നമുക്ക് പിയുടെ വാല്യൂ കിട്ടി 13/16. 1 - P എന്ന് പറയുന്നത് 1 - 13/16. അപ്പോൾ 3/16 വരും. Q എന്ന് പറയുന്നത് D - B / A + D - B + C ആണ്. D -6 - 5 ഡിനോമിനേറ്ററിൽ -16. അപ്പോൾ -11 / -16 അല്ലെങ്കിൽ 11/16. 1 - Q എന്ന് പറയുന്നത് 1 - 11/16 is equal to 5/16. വാല്യൂ ഓഫ് ദ ഗെയിം AD - BC / A + D - B + C. AD -12 - 35
by minus 16 is equal to minus 47 by minus 16 അഥവാ 47 by 16. ഇപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് ഓഫ് എയുടെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് എയ്ക്ക് നമുക്കിവിടെ 5 സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. നമ്മൾ എടുത്തത് A4ഉം A5ഉം ആയിരുന്നു. അപ്പം A4നും A5നും കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് പിയും, A4നും A5നും കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് പിയും 1 മൈനസ് പിയും. ഇപ്പോൾ A1 0 ആണ്, A2 0 ആണ്, A3 0 ആണ്. A4 എന്ന് പറയുന്നത് 13 by 16ഉം A5 എന്ന് പറയുന്നത് 3 by 16. സ്ട്രാറ്റജീസ് ഓഫ് ബിയുടെ സ്ട്രാറ്റജീസ് Q 1 മൈനസ് Q. ഇപ്പോൾ 11 by 16ഉം 5 by 16. വാല്യൂ ഓഫ് ദി ഗെയിം 47 by 16.